ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഉത്തരം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഥാർ മരുഭൂമി. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഉത്തരം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്തു നിലവിൽ വന്ന ജില്ല? ഉത്തരം വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത്? ഉത്തരം ഡൗട്ടെ ചുഴലിക്കാറ്റ്. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഇൽമനൈറ്റ് ആൻഡ് മോണോസൈറ്റ്. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. 10ാമത്തെ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഉത്തരം പമ്പ, കക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം താലൂക്ക്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം പെരിയാർ. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. ഉത്തരം കാസർഗോഡ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഉത്തരം എറണാകുളം, വയനാട്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഉത്തരം മിനിമോൾ എബ്രഹാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം ഇരവിപേരൂർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഉത്തരം പ്രേമാശ്രമം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അരുണ അസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം പണ്ഡിത രാമാഭായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി? ഉത്തരം ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഉത്തരം രാധാകൃഷ്ണ മാത്തൂർ. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോഴത്തെ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ BD മിശ്രയാണ്. ഇപ്പോഴത്തെ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ BD മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. ഉത്തരം 1930, 1931, 1932. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടത്തിയ വർഷം 1893 ആണ്. അടുത്ത ചോദ്യം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ഉത്തരം കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ഉത്തരം അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? വക്കം അബ്ദുൽ ഖാദർ, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഗാന്ധിജി മുന്നോട്ട് വച്ച നയി താലീം അഥവാ നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്ന ആൻസേഴ്സിൽ ഓപ്ഷൻ A 1 മാത്രം എന്നുള്ളതാണ് ആൻസർ. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ C 2, 3, 4 എന്നുള്ളതാണ്. അതായത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ C 2, 3. അതായത് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആണ്. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഉത്തരം ഝാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്വിതീയ മേഖല. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ A 1, 2 മാത്രം ശരി. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. 2, ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 40. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ C 1985 RRB. റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975 ആണ്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്? ഉത്തരം നവ ഉദാരവൽക്കരണം.
നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? ഉത്തരം സുമൻ ബെറി. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്? ഉത്തരം തളിര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര്? ഉത്തരം കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം? ഉത്തരം 1952. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര്? ഉത്തരം വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ജൂലൈ 21. 2019 JC ഡാനിയേൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഉത്തരം ഹരിഹരൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഉത്തരം ഹരിയാന. 2021 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം? ഉത്തരം റോം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം? ഉത്തരം ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം നിശാന്തത. സങ്കര ഇനം തക്കാളി ഏത്? ഉത്തരം മുക്തി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഉത്തരം തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ? ഉത്തരം കോവാക്സിൻ. നിപ രോഗത്തിന് കാരണമായ ജീവി? ഉത്തരം വൈറസ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്? ഉത്തരം വികിരണം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഉത്തരം 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്? ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്? ഉത്തരം ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഉത്തരം ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം വ്യാപ്തം കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ്? ഉത്തരം ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിൻ്റെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം മൈക്കിൾ കോളിൻസ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കൊറോണ വൈറസ്.
നിലവിൽ കേരള ആരോഗ്യ മന്ത്രി? ഉത്തരം വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഉത്തരം വൈറസ്. ലോക ജനസംഖ്യാ ദിനം? ഉത്തരം ജൂലൈ 11. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജനീവ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ക്യാൻസർ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഉത്തരം വില്ലൻ ചുമ. DPT വാക്സിൻ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന 3 രോഗങ്ങളാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരസന്നി. അടുത്ത ക്വസ്റ്റ്യൻ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ഉത്തരം ഈഡിസ്. സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഉത്തരം 1000. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ഉത്തരം വയറിളക്ക രോഗങ്ങൾ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെ. മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം? ഉത്തരം എയ്ഡ്സ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? ഉത്തരം 2010. ഇനി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ഉത്തരത്തിന്റെ ഓപ്ഷനുമാണ് ഇനി വായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81. ശരി ഉത്തരം ഓപ്ഷൻ എ. 82 ഓപ്ഷൻ സി. 83 ഫൈനൽ കീയിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 84 ഓപ്ഷൻ ഡി. 85 ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ സി. 90 ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ സി. 95 ഓപ്ഷൻ സി. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ സി. 99 ഓപ്ഷൻ ഡി. 100 ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.